തിരുവല്ലയിൽ ഹർത്താലിനിടെ ക്യാൻസർ രോഗിയെ തടഞ്ഞ നേതാവ് റിമാൻഡിൽ. CSDS നേതാവ് അജിമോൻ ചാലാക്കേരിയിലാണ് റിമാൻഡിലായത്. കാലടി സ്വദേശി സിജുവിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ഈ ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ ഏറ്റവും അധികം അക്രമങ്ങൾ ഉണ്ടായത് ഒരുപക്ഷെ പത്തനംതിട്ടയിലാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? നീലമ, അതായത് ഇന്നലെ രാവിലെയാണ് തിരുവല്ലയിൽ വെച്ച് ക്യാൻസർ രോഗിയെ പ്രതിഷേധക്കാർ തടയുന്ന സംഭവം ഉണ്ടായത്. അത് പിന്നാലെ വലിയ വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആ ക്യാൻസർ രോഗിയെ തടഞ്ഞ പ്രതിഷേധക്കാരുടെ നേതാവിനെതിരെ ആ കേസെടുത്ത് ഇപ്പോൾ അയാളെ റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. CSDS എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായിട്ടുള്ള അജിമോൻ ചാലാക്കേരിക്കെതിരായിട്ടാണ് പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. കാലടി സ്വദേശി സിജുവിൻ്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലേക്ക് റിമാൻഡിൽ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കോഴഞ്ചേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഹർത്താൽ 10 ദിവസം മുൻപേ പ്രഖ്യാപിച്ചതാണ്. ആശുപത്രിയിൽ പോകണമായിരുന്നെങ്കിൽ അത് നേരത്തെ തീയതി മാറ്റിയൊക്കെ നിശ്ചയിക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രോഗിക്ക് നേരെ ആക്രോശിക്കുകയും വലിയ പ്രതിഷേധം അഴിച്ചുവിടുകയും ഒക്കെ തന്നെ ചെയ്യുകയായിരുന്നു. മാത്രമല്ല, ഇന്നാണ് ഡേറ്റ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നലെ തന്നെ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോയി അവിടെ തങ്ങാമായിരുന്നില്ലേ തുടങ്ങിയിട്ടുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രോഗിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും ഒക്കെ ഈ പ്രതിഷേധക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ പരാതിക്കാരുടെ അടക്കം രോഗിയുടെയും മൊഴിയെടുത്തതിന് ശേഷം പോലീസ് FIR-ലും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഹാജരാക്കി അല്പസമയം മുമ്പാണ് ഇയാളെ റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒപ്പം തിരുവല്ലയിൽ തന്നെ മറ്റ് ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മരുന്നുമായി വന്ന വാഹനത്തെ തടയുന്നതടക്കമുള്ള സംഭവങ്ങളും തിരുവല്ലയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവല്ല നഗരത്തിൽ രാവിലെ മുതൽ തന്നെ പ്രതിഷേധക്കാർ തമ്പടിച്ചുകൊണ്ട് അവിടെ മുഴുവൻ KSRTC വാഹനങ്ങളും അതോടൊപ്പം തന്നെ വാഹനങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഈ രീതിയിൽ ക്യാൻസർ രോഗിയെ അടക്കം തടഞ്ഞുകൊണ്ട് അവരുടെ പ്രതിഷേധം മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തത്. മാത്രമല്ല, ബൈക്ക് യാത്രക്കാരനും ഒപ്പം മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും അക്രമം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇന്നലെ തിരുവല്ലയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ CSDS നേതാവ് അജിമോനെതിരായിട്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് അടൂർ പോലീസും ഈ രീതിയിൽ തന്നെ അവിടെ യാത്രക്കാർ അല്ലെങ്കിൽ യുവതികളായിട്ടുള്ള യാത്രക്കാരെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നിട്ടുള്ള ഈ പ്രതിഷേധ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ നിരവധി കേസുകൾ എന്തായാലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ 27ഓളം കേസുകൾ സംസ്ഥാനം ഒട്ടുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ്. ഹൈക്കോടതിയുടെ ഒരു ഇടപെടലിൽ അതികർശനമായ നിലപാടാണ് പോലീസ് ഈ ഹർത്താലിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഗോകുലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.